ടി ജി കഴിഞ്ഞ ദിവസം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ചർച്ച നടത്തി. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ദീർഘനേരം നീണ്ട ഒരു പ്രസംഗമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ്, പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അതിനെ വിമർശിച്ചത്, ഒപ്പം പരിഹസിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു പരിഹാസം നടത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനം നടത്താൻ കോൺഗ്രസ്സിന് ഒരു യോഗ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അർഹതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അർഹത വെച്ചൊന്നുമല്ലല്ലോ. രാഷ്ട്രീയത്തിൽ ചുമ്മാ അങ്ങ് പരിഹസിക്കുക, ബഹളം വയ്ക്കുക. പാർലമെൻറ്റ് ഇപ്പോൾ കുറേ കാലമായിട്ട് ബഹളം വയ്ക്കുന്നതാണ് പാർലമെൻറ്റ്. ഒന്നും ആർക്കും മനസ്സിലാവില്ല. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് സംസാരിക്കുന്നത് മാത്രം എടുത്തിട്ട് നമ്മളെ കേൾപ്പിക്കും, വോളിയം കൂട്ടിയിട്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രികളടക്കം പലരും ഈ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കുന്നത്. ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചാൽ ആരാണോ സംസാരിക്കുന്നത് അയാളുടെ ശബ്ദം കൂടുതൽ കേൾക്കും, മറ്റ് ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പോലെ കേൾക്കും. ഇത് ടി വിയിൽ നമ്മൾ കാണാറുണ്ട്. ആരെപ്പോൾ എന്ത് പ്രസംഗിക്കുകയാണെങ്കിലും പുറകിൽ കുറച്ച് പേര് എന്തോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പാർലമെൻറ്റ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയായി മാറിക്കഴിഞ്ഞു. BJP പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇതുപോലെ ബഹളമൊക്കെ വെച്ചിട്ടൊക്കെയുണ്ട്, ഇപ്പം തടസ്സപ്പെടുത്തുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനയാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഭരണഘടനയെ ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ഭരണഘടനയെ പറ്റി ആരും പറഞ്ഞില്ല. പറഞ്ഞു 2-3 പേര്, അതിനൊന്നും പ്രാധാന്യം കിട്ടിയില്ല. അതിന് പകരം മനുസ്മൃതി, ശരി എന്നാൽ മനുസ്മൃതി ചർച്ച ചെയ്യണ്ടേ, അതും ചെയ്തില്ല. മനുസ്മൃതി നടപ്പാക്കാൻ മോദി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ യാതൊരു തെളിവില്ല. ഒന്നാമത് മനുസ്മൃതി വെച്ച് ഭാരതത്തിൽ ഭരിച്ച ആരും തന്നെ ഇല്ല. ഒരു രാജാവിനും ചൂണ്ടിക്കാണിക്കാമോ മനുസ്മൃതി ആധാരമാക്കി ഭരിച്ച ആൾ? ഇല്ല. മനുസ്മൃതി ഒരു കോഡായിരുന്നു. നമ്മളിപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിയമസംഹിത. അതുപോലെയായിരുന്നു യാജ്ഞവൽക്യ സ്മൃതി, ദേവല സ്മൃതി, ജീമൂതവാഹന സ്മൃതി. ഇങ്ങനെ ഒരുപാട് പേരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം വന്നതും ഏറ്റവും കോംപ്രഹെൻസീവ് ആയിരുന്നതും മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ പ്രിൻസിപ്പിൾസ് ഒരുപാട് പേര് എടുത്തിരുന്നു, ഒരുപാട് രാജാക്കന്മാർ. സമൂഹം അംഗീകരിച്ചിരുന്നു. ആസ് സച്ച് ആ പുസ്തകം അംഗീകരിച്ചിരുന്നില്ല, ബട്ട് അതിനകത്തെ പ്രിൻസിപ്പിൾസ് ഒരുപാട് അതിപ്പോഴും എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. നമ്മളുടെ സിവിൽ പ്രൊസീജിയർ കോഡ് വരുന്നതിന് മുമ്പ് നമ്മുടെ ലോക്കൽ നിയമങ്ങളായിരുന്ന മിതാക്ഷര, ദായഭാഗ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓരോ ഋഷിമാർ, സന്യാസിമാർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എഴുതി തയ്യാറാക്കിയത്. ഇതിലെന്താ കുഴപ്പം? ഇതൊന്നും മോദിച്ച് നമ്മുടെ ഭരണഘടന 1949 വന്നു, 50 നമ്മൾ റിപ്പബ്ലിക്കായി. ഇപ്പോൾ ഭരണഘടന ചർച്ച ചെയ്യാൻ എന്താ? ഒന്നുമില്ല. ശരി, രാഹുൽ ഗാന്ധിക്ക് അത് ചർച്ച ചെയ്യണം, നോട്ടീസ് കൊടുത്തു, സർക്കാർ സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഭരണഘടന ചർച്ച ചെയ്യണ്ടേ? ഭരണഘടന ചർച്ച ചെയ്യില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ പോയൊരു കേസാണ് ഭരണഘടനയിൽ സെക്യുലറിസ്റ്റ്, സോഷ്യലിസ്റ്റ് ഈ 2 വാക്ക് എഴുതി ചേർത്തു. ഇത് എഴുതി ചേർത്തത് 1976 ഭരണഘടനയിലെ ആമുഖം തിരുത്തിക്കൂടാ എന്ന് സുപ്രീം കോടതി വിധിച്ചത് 1973 1973. അപ്പോൾ 1976 ഇത് തിരുത്തിയത് എങ്ങനെ സാധുവാകും? ഇതാണ് സുപ്രീം കോടതി മുമ്പിലെ ചോദ്യം. സുപ്രീം കോടതി അത് വളഞ്ഞു ചുറ്റി അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കുകൾ നിലനിർത്തി. എന്തു വാങ്ങിക്കോട്ടെ, അതേപ്പറ്റിയാണ് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് ചർച്ച ചെയ്താൽ മനസ്സിലാകും. ഇതങ്ങനെയല്ല, ചുമ്മാ അങ്ങോട്ട് കൊണ്ട് ചീത്ത പറയാനുള്ള ഒരു വേദി. അതല്ലാതെ എന്താ? ഇപ്പോൾ മോദിയുടെ പ്രസംഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുന്നു. നന്നായി എന്നവർ പറയുക. അവരുടെ പ്രസംഗം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ BJPക്കാർ നന്നായി എന്ന് പറയുമോ? പറയില്ല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ കണക്ക് ക്ലാസ്സിലിരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് വേറൊരു പ്രശ്നമായി. കാരണം കണക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബോറടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത്ര ബ്രില്യൻ്റ് അല്ലാത്ത ഒരാളാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കണക്കെല്ലാവരും വിദഗ്ധരായിരിക്കണം എന്നല്ല, ബട്ട് ബ്രില്യൻ സ്റ്റുഡൻസാണ് കണക്കിന് നമ്പർ 1 ആകാറുള്ളത്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്ര ബ്രില്യൻ്റ് അല്ലാത്ത സ്റ്റുഡൻ്റാണ്. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരിക്കണം.
ആൽബർട്ട് ഐൻസ്റ്റീൻ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റ ആളാണ്. കാരണം അദ്ദേഹം ഫിസിക്സിലേക്കാണ് പോയത്. ഫിസിക്സിൽ കുറച്ച് കണക്ക് വരും, അത് മാത്രമായിരുന്നു. അപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ ബോറടിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ മോശമൊന്നും ആകുന്നില്ല. പക്ഷേ അയാൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവണം. കണക്ക് പരീക്ഷയ്ക്ക് തോറ്റവരെല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിട്ടില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായി. ഇങ്ങനെയൊന്നും അല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കുറേ കൂടെ ഗൗരവത്തിൽ ഇവരെടുക്കണമായിരുന്നു. ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഒരു പ്രയോജനവുമില്ലാതെ പാർലമെൻറ്റിൻ്റെ മണിക്കൂറുകൾ വെറുതെ കളഞ്ഞു. രാഹുൽ ഗാന്ധി ഇരുന്നു ഉറങ്ങുന്നു. ഇടയ്ക്ക് കണ്ടില്ലേ, ഉറങ്ങിക്കൊണ്ടിരുന്നു. ശരി, മനുഷ്യന് ചിലപ്പോൾ ഉറക്കം വന്നു പോകും. ബട്ട് അത് കൂടെ ഇരിക്കുന്നവരൊന്ന് തോണ്ടുവപ്പിച്ച് ചെയ്ത് ഇങ്ങനെ എണീപ്പിക്കണ്ടേ? അതുമില്ല. കാരണം രാഹുൽ ഗാന്ധിയെ ആരെണീപ്പിക്കും? പ്രജാപതിയാണ്, തൊടാൻ പറ്റില്ല ആർക്കും. എത്രയോ പേര് ഉറക്കിച്ചിരിക്കുന്നു, എന്നിട്ടും രാഹുൽ ഗാന്ധി എണീക്കുന്നില്ല. ഒരുപക്ഷെ രാത്രി താമസിച്ച് കിടന്ന് നോക്കിയാൽ നമ്മളുമൊക്കെ ഉറങ്ങിപ്പോകുന്നു ചിലപ്പോൾ. ഈ വലിയ പ്രസംഗം ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ മനുഷ്യൻ എന്താ ചെയ്യുക? ഉറങ്ങിപ്പോകും. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത്. പക്ഷേ ഇതൊന്നും അല്ല അവിടെ നടക്കേണ്ടത്. ഞാൻ ഉറങ്ങിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ഭരണഘടനാ ചർച്ച ഒഴിച്ച് ബാക്കി എല്ലാ ചർച്ചയും അവിടെ നടന്നു. സാവർക്കറെ കുറ്റം പറയുന്നു. സാവർക്കർക്ക് ഭരണഘടനയിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഒരിക്കലും MP ആയിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പറായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. ഇവരുടെ ആരുടെയും കുറുകെ സാവർക്കർ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സാവർക്കറെ കുറ്റം പറയുന്നത് ഭരണഘടനയുടെ പേരിൽ? ഹി ഹാസ് നോട്ട് എനി. സാവർക്കറിൽ വേറൊരു വ്യക്തിയായിരുന്നു, വേറൊരു തലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഭരണഘടനാ സഭ കൂടുമ്പോൾ സാവർക്കർക്ക് കോൺട്രിബ്യൂഷൻ, അദ്ദേഹം അതിൽ മെമ്പറായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് വെച്ച് ഭരണഘടനാ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിവധം നടക്കുന്നത്. അതിന് സാവർക്കറെ പിടിച്ചകത്തിട്ടു 1 വർഷം. അത് കഴിഞ്ഞ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സാവർക്കറെ പുറത്തിറക്കി. 1950 പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ വിസിറ്റിന് വരുന്നു എന്ന് പറഞ്ഞിട്ട് സാവർക്കർ അറസ്റ്റ് ചെയ്തു, ഡിറ്റൻഷനിൽ. അയാളെ കെട്ടിയെടുക്കുന്നതിന് സാവർക്കർ എന്താ ഉത്തരവാദിത്വം? പക്ഷേ സാവർക്കറെ ജയിലിലിട്ടു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു സാവർക്കർ. ആ പാവത്തെ എന്തിനാണ് ഇവർ ഭരണഘടനയുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് വഴക്ക് പറയുന്നത്? അപ്പോൾ മൊത്തത്തിൽ നരേന്ദ്രമോദിയെ ഒരു വില്ലനായിട്ട് കാണിക്കാൻ ഇവർ ശ്രമിച്ചു. അത് നടക്കുന്ന കേസല്ല. കാരണം ഇതിൻ്റെ സാമർഥ്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നരേന്ദ്രമോദിക്കാണ്. ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ച് അടിക്കുക, ഇതിനൊക്കെ മിടുക്കൻ ഇപ്പോഴും നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി മാത്രമല്ല, ഒരു അസ്റ്റ്യൂട്ട് പൊളിറ്റീഷ്യനുമാണ്. അസാധാരണനായൊരു രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദി. അല്ലെങ്കിൽ 3ാം തവണ പ്രധാനമന്ത്രി ആകാൻ ആർക്കെങ്കിലും പറ്റുമോ? 2 തവണ പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായി. മിടുക്കനല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 110 കുറ്റം പറയാം, പക്ഷേ ആ മനുഷ്യൻ മിടുക്കനാണെന്ന് സമ്മതിക്കണം. അയാൾക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിക്കരുത്. പ്രതിപക്ഷത്തിനും സംഭവിക്കുന്നത് മോദി പൊട്ടനാണ്. മലയാളത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മോദി മണ്ടനാണ്, ബുദ്ധിശൂന്യനാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 3ാമതും പ്രധാനമന്ത്രിയായ ആൾ അസാമാന്യമായ ബുദ്ധിയുള്ളവനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം, അല്ലെങ്കിൽ പോളിസി ശരിയല്ലായിരിക്കാം, ഞാനതിൽ തർക്കിക്കാനില്ല. ബട്ട് അങ്ങനെ ബുദ്ധിയില്ല എന്ന് പറയരുത്. ഒരിക്കൽ കൂടെ അങ്ങനെ അത് പ്രൂവ് ചെയ്തു. 2 ദിവസം പാർലമെൻറ്റിൻ്റെ വെറുതെ പോവുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപയാണ് കേട്ടോ. 1 മിനിറ്റിന് ലക്ഷങ്ങൾ ചിലവാകും പാർലമെൻറ്റ് കൂടാനായിട്ട്. അതിൻ്റെ എയർ കണ്ടീഷനിങ് ചിലവ് എത്രയാണ്? അത്ര വലിയൊരു ബിൽഡിങ്ങിൻ്റെ. അതിൻ്റെ സ്റ്റാഫിൻ്റെ ശമ്പളം എത്രയാണ്? അവിടുത്തെ ക്യാൻറ്റീനിലെ സബ്സിഡി എത്രയാണ്? എന്തെല്ലാം ചിലവുകളാണ്. നമ്മളെ ഒന്ന് ഭരിക്കണേ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ജനങ്ങൾ. ഞങ്ങളെ ഒന്ന് ഭരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ കയറിയവരൊക്കെ കൂടെ ഈ നാടകം കളിക്കുന്നു. അതാണ് ഇൻ ഷോർട്ട് സംഭവിച്ചത്. ഭരണഘടന ചർച്ച ചെയ്യാൻ കൂടിയ സഭ ഭരണഘടന ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്ത് പിരിഞ്ഞു. അതാണ്.